രാജ്യം ഇന്ന് ആയുർവേദ ദിനം ആചരിക്കുമ്പോൾ തൃശൂർ ജൂബിലി മിഷൻ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ സി ഡൊണാറ്റയുടെ ഔഷധ ചായ ശ്രദ്ധേയമാവുകയാണ്. കൊറോണ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഡോണ ചായയ്ക്ക് സാധിക്കുമെന്ന് സിസ്റ്റർ ഡൊണാറ്റ പറയുന്നു. കോവിഡ് പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭാംഗമായ സിസ്റ്റർ ഡോക്ടർ ഡൊണാറ്റ ഔഷധ ചായ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. ഡോണാട്ടി പൗഡറിനൊപ്പം നാരങ്ങ, തുളസി, പനിക്കൂർക്ക, ചുവന്നുള്ളി, വെളുത്തുള്ളി, ശർക്കര എന്നിവയാണ് ഡോണാട്ടി തയ്യാറാക്കാൻ വേണ്ടത്. സിസ്റ്ററോടൊപ്പം ചായ തയ്യാറാക്കാൻ ആശുപത്രി ജീവനക്കാരായ നഴ്സ് ജിജിയും ഡോക്ടർ നവീനയും ഉണ്ടാകും. ജൂബിലി മിഷൻ ആയുർവേദ വിഭാഗം മേധാവി ഡോക്ടർ സിസ്റ്റർ ഡൊണാറ്റയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് ഡൊണാട്ടി എന്നാണ് ഈ ചായയ്ക്ക് പേരിട്ടിരിക്കുന്നത്. പൂർവികരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കള്, കേരളത്തിലുള്ള പൂർവികരൊക്കെ രോഗം അവസ്ഥ വരുമ്പോൾ, കാലികമായിട്ടുള്ള രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളൊക്കെ നമ്മുടെ കേരളത്തെ ബാധിക്കുമ്പോൾ, വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഈ രോഗാണുബാധയെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, കറിക്ക് ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പ്രത്യേകതരം ചായ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ പേര് ചിലർ പറയും 8 കൂട്ടം ചായ എന്ന്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നത് മഞ്ഞൾ, ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക്, കുരുമുളക്, തിപ്പലി, ഏലക്കായ, കരയാമ്പൂവ് അല്ലെങ്കിൽ ഗ്രാമ്പൂ, കറുവാപ്പട്ട അതിയായ പല വ്യഞ്ജനങ്ങളാണ് ഉപയോഗിക്കുക. ചായ കുടിച്ചതിന് ശേഷം രോഗപ്രതിരോധ ശേഷി കൂടിയെന്ന് രോഗികൾ പറയാറുണ്ടെന്ന് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ നവീന ജോസ് സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ചായ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസത്തോളം ആയിട്ടുണ്ട്. അതിനു മുമ്പും നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി, പനിക്കൂർക്ക, മഞ്ഞൾ ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം തന്നെയായിരുന്നു നമ്മളും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിനും കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ചായ കുടിച്ചതിന് ശേഷം തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മൾക്ക് കുറേയും കൂടി ഇമ്മ്യൂണിറ്റി ബെറ്റർ ആയ പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന പനി, ജലദോഷം, പിന്നെ അതുപോലെ കഫക്കെട്ട്, ഇതെല്ലാം കുറേ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. കോവിഡ് കാലത്ത് ആയുർവേദത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയും ഔഷധക്കൂട്ടടങ്ങിയ ചായയെക്കുറിച്ചറിഞ്ഞും നിരവധി പേർ ദിവസവും ജൂബിലിയിലെ ക്യാൻറ്റീനിലെത്താറുണ്ട്. പൂർവികർ രോഗപ്രതിരോധത്തിനായി ഉപയോഗിച്ചു വന്ന ഔഷധ ചായ കൊറോണ പോലുള്ള സാംക്രമിക രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജൂബിലി മിഷൻ ആയുർവേദ ആശുപത്രിയിലെ സിസ്റ്റർ ഡൊണാറ്റ ടീ ജനകീയമാക്കുവാനുള്ള കാരണം. തൃശൂർ ജൂബിലി മിഷൻ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് ക്യാമറമാൻ സ്മിൻഡോ ഇഗ്നേഷ്യസിനും സിസ്റ്റർ ഡൊണാറ്റയ്ക്കുമൊപ്പം റിപ്പോർട്ടർ അജീഷ് സാലു, ഷക്കീന ന്യൂസ്.